7ാം ക്ലാസ് പൂർത്തിയാക്കി 8ാം ക്ലാസ് പകുതിയായപ്പം എനിക്ക് പഠനം നിർത്തേണ്ടി വന്നു. വേറൊന്നുമല്ല, നമ്മൾ കരിങ്ങന്നൂർ സ്കൂളിലാണ് പഠിച്ചത്. പഠിച്ചിട്ട് പിന്നെ അങ്ങ് അർക്കന്നൂർ സ്കൂളിലാണ് അടുത്ത 8ാം ക്ലാസ്സിലേക്ക് നമ്മളെ കൊണ്ടുവന്നാക്കിയ. അപ്പം എയോ വിയോ ഒക്കെ വരുന്ന ഒരു കാലഘട്ടത്തിൽ ആ ദിവസം നമുക്ക് അവിടെ ചെന്നെത്താൻ പറ്റിയില്ല. വണ്ടിയുടെ ട്രാവലിംഗ് വിഷയം കൊണ്ട് ആ സമയത്ത് ചെന്നെത്താൻ പറ്റാത്തതുകൊണ്ട് പിറ്റേന്ന് തൊട്ട് ഞാൻ സ്കൂളിൽ പോയില്ല. അങ്ങനെ അവിടെ പഠനം ക്ലോസ് ചെയ്ത് പിന്നെ ആ ഒരു വർഷം പിന്നെ റോഡ് വള സ്കൂളിൽ KPM പോയി. പിന്നെ ഓണത്തിന്റെ പരീക്ഷയൊക്കെ എഴുതിയിട്ട് പിന്നെ നമ്മള് വല്ലാത്ത മാനസികാവസ്ഥയിലാണ്. പഠിക്കാനൊന്നും പറ്റാത്ത ഒരവസ്ഥയിൽ നമ്മൾ പിന്നെ പഠിത്തം ഉപേക്ഷിച്ചു. പരീക്ഷയിൽ എത്രത്തോളം മാർക്കുണ്ട്, അത് എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ പറ്റാത്തത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അങ്ങ് ഉപേക്ഷിച്ചു. പിന്നെ പഠിത്തത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ എല്ലാവരും 10ാം ക്ലാസ് പഠിച്ചു. പിന്നീടാണ് എനിക്ക് 35 വയസ്സുള്ള സമയത്ത് തുല്യത ഇങ്ങനെ എല്ലാവരും എഴുതുന്നു, 10ാം തരം തുല്യത എഴുതുന്നു. അപ്പൊ എനിക്കും ആഗ്രഹം 10ാം ക്ലാസ് പാസ്സാവണം. അതെൻ്റെ ഒരു ആഗ്രഹവും ഒരു സ്വപ്നവുമായിരുന്നു. 10ാം ക്ലാസ് വരെയെങ്കിലും പഠിക്കുക എന്നത് ഒരു സ്വപ്നമായിരുന്നു. അങ്ങനെ ഞാൻ കൊട്ടാരക്കര SKV 10ാം ക്ലാസ്സിൽ തുല്യത എഴുതി. വിദ്യാഭ്യാസ കാലത്തെക്കുറിച്ചും വിവാഹ ജീവിതത്തെക്കുറിച്ചും ഷജീല കണ്ട ഒരു വിവാഹ ജീവിതം അല്ലായിരുന്നു ഷജീലയ്ക്ക് കിട്ടിയത്. വിദ്യാഭ്യാസവും ഷജീല ഒരു ഫൈറ്റ് ചെയ്ത് നേടിയെടുത്തതാണെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് അതിൻ്റെ കാര്യങ്ങൾ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, പിന്നെ എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. പഠിക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തുല്യത സാക്ഷരതാ മിഷന്റെ തുല്യത കോഴ്സ് വരുന്നതും ഞാൻ 10ാം തരം തുല്യത കോഴ്സ് വഴി 10ാം ക്ലാസ് പാസ്സായി. പിന്നെ +1 +2 പാസ്സായി. ഗുഡ് ഇംഗ്ലീഷ് പാസ്സായി. പിന്നെ 6 മാസത്തെ കൗൺസിലിംഗ് കോഴ്സ് സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായി. പിന്നെ ഡിപ്ലോമ കോഴ്സ് കൗൺസിലിങ്ങിൻ്റെ സൈക്കോളജിയാണ് എടുത്തത്. അപ്പോൾ ഈ സാമൂഹ്യ പ്രവർത്തനവും ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതും കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ അങ്ങനെ അല്ല എന്ന് പറഞ്ഞു തരാൻ ഒരു ആള് എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. അതാണ് വാസ്തവം. അപ്പോൾ നമ്മൾ മനസ്സ് വിഷമിക്കുമ്പോൾ ഒന്ന് സംസാരിക്കാനോ മോളെ അല്ലെങ്കിൽ കുട്ടി അല്ലെങ്കിൽ കൊച്ചെ ഇങ്ങനെയാണ് അങ്ങനെയല്ല എന്ന് പറഞ്ഞു തരാൻ അറിവുള്ള ഒരാളോ അല്ലെങ്കിൽ നമ്മളെ ചേർത്ത് നിർത്തി അങ്ങനെ ഒരാളില്ലായിരുന്നു. അപ്പം എൻ്റെ ജീവിതം ഇങ്ങനെ താറുമാറായി പോവാൻ തന്നെ കാരണം അങ്ങനെ ഒരാളില്ലാത്തത് കൊണ്ട് തന്നെയാണെന്ന് സ്വയം ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ സാമൂഹ്യ പ്രവർത്തനം ചെറുതായിട്ടൊക്കെ ജീവകാരുണ്യ പ്രവർത്തനമൊക്കെ എനിക്ക് കഴിയുന്നത് പോലെ, വലിയ പണക്കാരിയല്ല, വലിയ ആളല്ല. അപ്പോൾ ആ ഒരവസ്ഥയിൽ എനിക്ക് കഴിയും പോലെ എന്നെ കൊണ്ട് വെക്കുന്നത് പോലെ എനിക്ക് കഴിയാത്തത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ തന്നെ അതുകൊണ്ട് എനിക്കത് പഠിക്കണമെന്നുണ്ടായി. ഞാൻ പഠിച്ചു. ഇനി ഡിപ്ലോമ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. 1 ഇയർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു കൗൺസിലർ, മാനസികമായി സമ്മർദ്ദം അനുഭവിക്കുന്നവർ, അതുപോലെ കുടുംബപരമായിട്ട് പ്രശ്നങ്ങൾ, വേറിട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ജന്മം പാഴിക്കളയുന്ന സ്ത്രീകൾ, പുരുഷന്മാരും കുട്ടികളടക്കം, അങ്ങനെയെല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. എനിക്കത് പഠിക്കണം. ഞാൻ പഠിക്കുന്ന സമയത്ത് സിതാര നാടക സമിതിയിൽ കയറിയതുകൊണ്ടാണ് എനിക്ക് ആ ഒരു വർഷം പഠിക്കാൻ പറ്റാതെ. ഇപ്പം വീണ്ടും 1 വർഷം പോയി, 2 വർഷം എനിക്ക് മിസ്സായി പോയിട്ടുണ്ട്. എന്തായാലും ഞാൻ കൗൺസിലിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും എന്ന ആഗ്രഹം എനിക്കുണ്ട്. അത് ചെയ്യണം. അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് ഇടപെട്ടിട്ടുണ്ട്. ഈ കൊഴിഞ്ഞു പോകുന്ന ജീവിതങ്ങൾ, അതായത് ഒരു വിവാഹം കഴിച്ചു, അത് കഴിഞ്ഞാൽ ബന്ധം വേർപെട്ടു പോകുന്ന ആ ജീവിതങ്ങളിലേക്ക് ഇടപെടണം എന്ന് പറയുന്നത് സ്വന്തം അനുഭവമാണ്. ഇടപെടണം എന്ന് പറയുന്നത് പരസ്പരം ഇഷ്ടമില്ലാത്ത വിവാഹം കഴിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അതാണ് വിവാഹ ജീവിതത്തെ കുറിച്ച് എനിക്ക് ഓർക്കാൻ താല്പര്യമില്ല എന്നല്ല, അതിലൊന്നും എനിക്ക് ഓർക്കാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ സംഗതി ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. 2 പേർക്കും ഇഷ്ടമില്ലായിരുന്നു. എൻ്റെ കെട്ടുന്ന ആളിനും എനിക്കും പരസ്പരം ഇഷ്ടമില്ലാതെയാണ് ഈ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം ആണ് എൻ്റെ വിവാഹം നടന്നത്. പിന്നെ നമുക്ക് ഉമ്മയില്ല, സാമ്പത്തികം, എൻ്റെ ബന്ധുക്കളെല്ലാവരും കൂടെയൊക്കെ ചേർന്നിട്ടാണ് സ്വർണവും അച്ചാരവും, സ്ത്രീധനം പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. സ്ത്രീധനമായിട്ട് എനിക്ക് വസ്തുവാണ് തന്നത്. 15 സെന്റ് വസ്തുണ്ട്, അത് ഇപ്പോഴും ഉണ്ട്. ഷജീല സുബൈദ എന്ന അത്ഭുതത്തെക്കുറിച്ച് പറയാൻ നിന്നാൽ ഇന്നൊന്നും തീരത്തില്ല. കാരണം നിരവധി പുരസ്കാരങ്ങൾ, നിരവധി അംഗീകാരങ്ങൾ,
ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയെങ്കിലും പകച്ചു നിൽക്കാതെ ജീവിതത്തിൽ വളരെയധികം ഫൈറ്റുകൾ, കൈകാല് ഒടിഞ്ഞ് ദിവസങ്ങളോളം കിടപ്പിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അബോധാവസ്ഥയിൽ വീട്ടിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോഴൊക്കെ ഷജീലയെ കുറിച്ച് പലരും ആശങ്ക പറഞ്ഞിരുന്നുവെങ്കിലും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വരികയാണ് ഷജീല ചെയ്തത്. ഒത്തിരി പറയാനുണ്ട്. ഇനിയൊരു അവസരം ഷജീല നമുക്കതിനു വേണ്ടി പറയും. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ പ്രേക്ഷകർക്ക് അറിയാവുന്ന 2 വരി ഒരു മാപ്പിളപ്പാട്ട് പാടിക്കൊണ്ട് ഷജീല തന്നെ നമസ്കാരം. മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പാടുന്നത് എനിക്ക് എപ്പോഴും ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് എൻ്റെ മനസ്സിനെ വല്ലാതെ ഫീൽ ചെയ്തൊരു പാട്ടാണ്. ആ പാട്ട് തന്നെ ഒരു 3-4 വരി എൻ്റെ ഓർമ്മയിൽ നിന്നും പറയാം. നമ്മള് യത്തീം എന്ന് പറയുമ്പോൾ അനാഥ എന്നാണ്. അപ്പൊ അത് ആ ഒരു അവസ്ഥ ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്നുണ്ട്. ആ ഒരു പാട്ടാണ് എൻ്റെ ഈ 45ാമത് പിറന്നാള്. മെയ് മാസം 25-ാം തീയതി എൻ്റെ 45ാം പിറന്നാളായിരുന്നു. അന്ന് ഞാൻ ആ പാട്ട് പാടി എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും 4 വരി എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി, സാക്ഷി TV-യിലെ പ്രേക്ഷകർക്ക് വേണ്ടി, എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി പാടാം. യത്തീമെന്നെ